ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? പിന്നെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു വിളിച്ചില്ലേ? തുടങ്ങിയ അമ്മച്ചിനെ വിളിക്കുന്നത് അമ്മാമ്മ പഠിപ്പിച്ചു കൊടുത്തല്ലേ? കൊച്ചമ്മാമ വിളിച്ച അപ്പ വിളിക്കും ചീക്ക ചീക്ക ചീക്ക. ആ അത് അമ്മച്ചി ഒരു ദിവസം അമ്മാമ തിരുത്തി ചീപ്പ് 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 എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ കൊച്ചത് തിരിച്ച് തിരിച്ച് പറഞ്ഞു കൊടുക്കും. എന്റെ ദൈവമേ. അപ്പൊ എന്നിട്ടാണ് ഭയങ്കര കുറുമ്പാട്ടാ. ഇവിടെ വന്നേ പിന്നെ വെറുതെ ഇപ്പൊ അതുണ്ടല്ലോ, ആദ്യ മറ്റേ ഒച്ചു വിളിക്കണ കേട്ടിട്ട് മുന്നേ അപ്പാന്ന് വിളിക്കാറ്. ഇപ്പൊ വിളിക്കുന്നിട്ട് വായോ ജെച്ചിച്ച വായോ അവിടോ അങ്ങനെ. പിന്നെ എന്നിട്ട് വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ വെറുതെ ഇന്നലെ വന്നു ഇന്ന് പോവും. ഇവിടെ വെറുതെ ചൊറി കുത്തിരിക്കണ്. നേരം പോണില്ല, പണിയെടുക്കാൻ പറ്റണില്ല, ഇങ്ങനത്തെയൊക്കെയുള്ള വിശേഷങ്ങൾ. വേണ്ട പണികളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അമ്മച്ചിക്ക് ഒരു നിവൃത്തി ഉണ്ടാക്കി അമ്മച്ചിയെ പാടത്ത് കളച്ച് പയർ വാടി കുറഞ്ഞോടിങ്ങി ഒരു നിവൃത്തിയില്ലെന്ന് നനയ്ക്കാൻ പറ്റും. ഞാൻ അതൊക്കെ ഇപ്പൊ ഇവിടെ ഞാൻ പോയപ്പോഴല്ല പുല്ല് വെട്ടിയപ്പോ പുല്ല് വലുതായില്ലോ അല്ലേ? മാമൂസയുടെ അടക്കി വെട്ടിയതാ. 2 മാസമായിട്ടുള്ളൂ. പുല്ല് ഫുള്ള് നിറഞ്ഞ് ഇതായി. 2 മാസം കൊണ്ട് ഇത്രയല്ലായോളൊന്നും വിചാരിക്കും. അതന്നെ, അതില് സമാധാനം. ഹസിക്കൂട്ടുണ്ടെങ്കിൽ അമ്മച്ചിക്ക് നേരം പോട്ടെ, കാരണം അവന്റെ പിന്നാലെ നടക്കള്. ഇപ്പൊ അവൻ പോയ കാരണം ഇവിടെ ഉണ്ടായി, ഇന്നലെ പോയിട്ടുള്ളൂ. പക്ഷെ അവനുണ്ടെങ്കിൽ നേരം പോവില്ലേ? ഇനിയിപ്പൊ ഇന്ന് തുടങ്ങി അവനുണ്ടെങ്കിൽ നേരം ഇല്ല. പക്ഷെ അവനോട് എന്നാലും പറഞ്ഞ മനസ്സിലായിക്കോൾട്ടാ. ഇതിന്റെ പോലെയല്ല, ഞൊളച്ചിരിക്കലും പോലെ. അവന് 2 വണ്ടി ഉണ്ട്. ആ വണ്ടിമ്മ കയറി എന്റെ പിന്നാലെ ഇങ്ങനെ നടന്നോളും. എടുക്കാനോ അങ്ങനെയൊന്നും വായിച്ചു കാണിക്കില്ല. അത് വിട്ട് അതോ അതെങ്ങനെ പരിപാടിത്തിരിക്കും. ജനിച്ചപ്പോ തുടങ്ങിയുള്ള കരച്ചില് രാത്രി ഭാര്യ വീട്ടിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ഭാര്യ വീട്ടിൽ പരമസുഖം. അതല്ലെങ്കിൽ അത് ഇവന്റെ എന്ത് കൊടുത്താലും ഇത് കുടിക്കും. ദരിദ്രവാസി അബിടു കറിയുന്നു. അബിടോ ഹസീനെ പഠിപ്പിച്ചു തീവണ്ടി. ഇന്ത്യതം ഇന്ന് രാവിലെ തന്നെ അമ്മച്ചിതേ വെണ്ടയ്ക്ക ഉപ്പേരി വെക്കുന്നു കേട്ടോ. ഇന്നലെ ഫുള്ള് നോൺ വെജ് ആയിരുന്നല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് പക്ഷെ നമ്മുടെ ഷോർട്സ് ഒക്കെ കാണുമ്പോഴേ ഫുള്ള് ഇറച്ചി മീന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം തിന്നല. ഇടയ്ക്ക് പച്ചക്കറി തിന്നാത്ത അമ്മച്ചിക്ക് അസുഖങ്ങൾ തന്നെയെന്ന് പറയണേ. പക്ഷേ ഇറച്ചി മീനൊന്നും ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടാ. ഞാൻ എനിക്ക് മീനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൂ. പിന്നെ പച്ചക്കറി എല്ലാ ദിവസവും ഒരു നേരം പച്ചക്കറി വെക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം സാലഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് വീഡിയോയിൽ ഇങ്ങനെ എപ്പോഴും എല്ലാവരും കാണിക്കാൻ പറ്റില്ല. അല്ല അമ്മിച്ച് മറ്റേ ഓട്സ് സാധനങ്ങളൊക്കെ നിർത്തിയ അപ്പൊ മുന്നേ ഓട്സ് പുട്ട്, ഓട്സ് ദോശ, ഓട്സ് രാവിലെ ഉണ്ടാക്കും, പുട്ടുണ്ടാക്കും. 2 കഷ്ണം ഓട്സ് പുട്ട് കഴിക്കും രാവിലെ. ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, കഴിഞ്ഞിട്ട് സാലഡ് കഴിക്കും. പക്ഷെ ഇതൊക്കെ കഴിച്ചിട്ട് എനിക്കൊന്നും ഏൽക്കണില്ല. എന്റെ വണ്ണം കൂടുതലായിട്ട് കുറയണില്ല. എല്ലാവരും ഇങ്ങനെ ഡയറ്റ് ചെയ്യുമ്പോ വണ്ണം കുറഞ്ഞ് കാണണ്ട, എന്റെ മാത്രം കുറയണില്ല. അത് അമ്മച്ചിയുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്. അതായിരിക്കും. ആരെങ്കിലും ഒന്ന് വണ്ണം കുറഞ്ഞൊന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നുണ്ട്. പക്ഷെ ആരും പറയുന്നില്ല. അല്ലാതെ അത് കുറഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. ചിരിയല്ലേ എന്താണ്
ഒരു 2 കിലോത്തോളം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ കാണുമ്പോ തോന്നുന്നില്ല 2 കിലോ ഒന്നും കുറഞ്ഞാ മേത്ത് കാണില്ലേ മോളെ. ഒരു 5-8 കിലോ ഒക്കെ കുറഞ്ഞാൽ ഇത്തിരി കുറഞ്ഞു തോന്നുള്ളൂ. വെയിറ്റ് എന്താ പറയാ വെയിറ്റ്. പക്ഷെ പിന്നെ തുടങ്ങിയിട്ട് വണ്ണുണ്ട്. അത് കൊറേ പണ്ടേ തുടങ്ങി കല്യാണത്തിന് മുന്നേ തുടങ്ങി അത്യാവശ്യം വണ്ണുണ്ട്. ഇംഗ്ലീഷ് പാട്ട് കേട്ട് മാത്രം ഇംഗ്ലീഷാണത്. ഇംഗ്ലീഷ് സോങ്സ് ഗോപി ചാടിയതാ. അതിനിവിടെ നിർത്തിയിട്ട് നമുക്ക് അമ്മച്ചിക്ക് എന്തായാലും നേരം കൊള്ള എന്റർടൈൻമെന്റ് ആവട്ടെ. അടുത്ത ആശുപത്രി കൊണ്ടുപോകാ. പെട്ടെന്ന് അഡ്മിറ്റ് ആക്കാം. ഗോപി തായോന്ന് എന്നിട്ട് ഗോപി അമ്മയുടെ തൃക്കൈ വരാട്ടെ കുടിക്കാഞ്ഞ ദൈവമേ ചേർത്തോളൂ. അല്ലെങ്കിലാട്ടെ മൂക്ക് തുടച്ചിട്ട് തുണി എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. തുണി എടുത്ത് അവന്റെ മൂക്ക് തുടച്ചു. ആ കൊച്ചിന് തുടക്കാച്ചിട്ട് തുണി കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ മൂക്ക് തുടച്ച് ആ തുണി എടുത്ത് എറിഞ്ഞു പറഞ്ഞു. നിന്നെ ചെയ്യണ്ടേ ഇയാന്നാ. എന്നിട്ട് ഗ്ലാസ് പോയി. അവിടെ ഗ്ലാസ് കേട്ടെ അവിടെ നോക്കി. ഇപ്പൊ അവിടെ ഉള്ളു ഫോണ് വീഡിയോയില് ചെയ്തിട്ടുണ്ടാ. അതും ചേച്ചിമാർക്ക് ടാറ്റും കൊടുക്കണ്ട. എന്നിട്ട് ചെയ്യണേ എന്താ പരിപാടി? അതാ പൈപ്പ് ചേഞ്ച് ചെയ്തു വീണ്ടും. അതിന് പൈപ്പ് ഉണ്ടാവും മോനെ വേറെ ഇവിടെ ഇല്ലല്ലേ. അവനിങ്ങനെ കഴുകാറുന്നു. മണ്ടി കഴുകാൻ പോവാതാ. അതപ്പ കൂടി വണ്ടി കഴുകാൻ പോവാ. മണ്ടി മണ്ടി എന്ത് സന്തോഷോ. എങ്ങട് നോക്ക് മോനെ ഹെൽപ്പ് ചെയ്യും. പേടിക്കണ്ട. വെള്ളം എടുത്തോണ്ടിരാൻ പറഞ്ഞ അവൻ എടുത്തരും. കപ്പതേ അവിടെ നിന്ന് എടുക്കാൻ പോട്ടാ. അതേ പൂണാൽക്കല്ലിന്റെ ഇടയ്ക്ക് കുളിച്ച നീ ഇല്ലാന്നാ. വണ്ടി കഴുകി ക്ലീൻ ആയോ വണ്ടി? വെള്ളം ഒഴിക്കി വേഗോട്ടെ. ആ ദേ പോണു. എന്താ സന്തോഷന്. ആ വണ്ടി കഴുകു. ആ അതിന്റെ തലയിലേക്ക് വെക്കില്ലേട്ടാ. അതിനെ മാറ്റിയെടുത്ത് വെക്കി. അമ്മ ഇന്ന് മോന്റെ വണ്ടിയുടെ പരിപ്പ് നടക്കുന്നു. വണ്ടി കഴുകാൻ ഇവരെ വണ്ടി സർവീസ് ചെയ്യുന്നിടത്തേക്ക് വിടാം. സർവീസിന് ആണോ? വണ്ടിയോടാണ് ഇവര് ഇഷ്ടം കൂടുതല്. അത് നോക്കിട്ട് കാര്യമില്ല മോനെ. വലുതാവുമ്പോ എന്താവും നമുക്കറിയില്ലല്ലോ. എന്തായി വണ്ടി കഴുകല്? കുളിക്കാം. ദൈവം ഇതെന്തിട്ടാടത് കാണണമേത്ത്. ഇത്തിരി വിചാരം മാത്രമേ ഉള്ളൂ. ദേ പോണു. അപ്പൊ നമ്മള് രാവിലത്തെ കഞ്ഞിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കലത്തെ ഫുഡടി മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ ബേബീസ് ഒരാൾ ഉറങ്ങി, അതുറങ്ങി, അബുറ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഇന്ന് അമ്മച്ചി രാവിലെ വെണ്ടയ്ക്ക് ഉപ്പേരി വെച്ചു. ഉച്ചയ്ക്കും മരുമോന് പച്ചക്കറി നല്ലത്. കാരണം ഇപ്പൊ നമ്മളിപ്പോ അടുപ്പിച്ച് ഇറച്ചിട്ടുമ്പോ ആർക്കായാലും ഒരു മട്ടല് വരില്ല. എന്നാലും അമ്മച്ചി ചിക്കൻ വെച്ചിട്ടുണ്ട്. അല്ല അവരുടെ വീട്ടിൽ ഇറച്ചിയുണ്ട്. അല്ല ഇറച്ചിയിൽ അവിടെ കഷ്ണങ്ങളുണ്ട്. ഇത് ഫുള്ള് ഫ്രൈ പോലെ ഇങ്ങനെ വെച്ചേക്കല്ലേ. പിന്നെ ക്യാബേജ് ഇരിക്കേണ്ടത് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ഇതേ ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി, ഇന്നലത്തെ ബീഫ് കറി. ഇത്ര ഐറ്റംസ് നമുക്കുണ്ട്. പിന്നെ അതെ ഇന്നലത്തെ വട്ടയപ്പം. ഏകദേശം ഇതിന്റെ കാര്യം ഞാൻ തന്നെ തീരുമാനമാക്കി. അങ്ങോട്ട് പോകുമ്പോ ഒരു പീസ് ഇല്ല, ഇവിടെ വരുമ്പോ ഒരു പീസ് ഇല്ല. അങ്ങനെ തിന്ന് അത് തീരാറായി. അപ്പൊ ഞങ്ങള് പോവാണ്ടാ. സ്പെഷ്യലൈസ് ആണ് ഇതില് പഴം പശുവിനോടൊക്കെയുള്ള കടാലും ചോറ് മാത്രം. പോവാണ് ഗൈസ്. പോയിടാ മാമിച്ച ആരുമില്ലടാ. അച്ചി പോയില്ലേ? മാമിച്ച് കൂട്ടൂടെ നിന്നോ. ആരെങ്കിലും
അവിടെ തിന്നോ നാളെ വരാം എടുത്ത് പോകുന്നു അത് ടാറ്റ കൊടുത്തേ കൊറേ സാധനങ്ങളുണ്ടല്ലോ അല്ലേ നോക്കിയാതെ അപ്പുറം നോക്കി നോക്കണില്ല ഇങ്ങോട്ട് നോക്കാം മേഡം ഫോണിലേക്ക് നോക്കാം ഗൈസ് അപ്പൊ നമ്മള് പോവാണ് ഗൈസ് അപ്പൊ ഇവിടുത്തെ പരിപാടികള് ക്രിസ്മസ് ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പ എന്നാ വന്നേന്ന് അറിയില്ല. അമ്മച്ചി ഇനി കുറച്ച് ദിവസം ചിലപ്പോ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. ഹസിക്കൂട്ട ഇനി വന്നല്ലോ. കാരണം ആദത്തിനോട് ഞാൻ പറഞ്ഞോട് നിന്നോളാം. അതോട് നിക്കണ്ട ഉണ്ടാ നിക്കണ്ട അതല്ല അത് നിക്കണ്ട കുഞ്ഞാബുരുവിനെ എടുക്ക കുഞ്ഞാബുരു ഇവിടെ നിന്നോട്ടെ. അപ്പൊ ദേഷ്യം കുഞ്ഞാബുരു ഇവിടെ നിന്നോട്ടെ. അബുരുവിനെ എടുക്കാത്തതിന്റെ ലഹളിട്ട് നടക്കണ എന്റെ തരാൻ. ആ സാധനങ്ങള് എടുത്തോ. എന്റെ പണി തരുന്നല്ലേ ദേ വന്നേ ചേട്ടൻ സഹായിക്കാൻ സാധനങ്ങൾ കയറ്റാൻ. എന്റെ അബ്രോഡ് നിന്നോട്ടെ കേട്ടോ. അബുരില്ലാണ്ടാവും പൂലിയ മോളെ ഇടുന്നു. അത് അബ്രൂന് എടുക്കടാ. കിട്ടത് അബുരിയോട് നിന്നോട്ടെ. നമുക്ക് പോയി എടുത്തോളാ കുഞ്ഞപ്പുറൂന് എടുത്തോണേ. അതാ നമ്മുടെ കുഞ്ഞപ്പുറൂന് എടുത്തോണേ. കുഞ്ഞപ്പൂല്ല എന്റെ അമ്മ പൂലിയ. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അതെ മോളെ എന്റെ അടുത്ത് പൊക്കോന്ന് പറഞ്ഞു. എവിടെ ഞാൻ കയറണ്ടേ ബാഗ് 2 സൈഡ് ബാഗ് എടുത്താ. അപ്പൊ തൊക്കോടെ കയറണ്ടേ എവിടെ കയറണ്ട അമ്മ? ഞാൻ കയറട്ടെ കേട്ടപ്പ അമ്മാമ്മ അബുരോട് നിന്നോട്ടെ. പൊക്ക 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 ഒക്കെ പൊക്ക. എന്റെ കുഞ്ഞബ്രു എന്റെ കുഞ്ഞബ്രു ഞാൻ കാരണടി മാറടി. അമ്മമ്മ വന്നോ അതിനെ കുഴപ്പമില്ല. കുഞ്ഞപ്പുറൂന് കൊണ്ടു എവിടെയുണ്ട്. അമ്മാമിക്കും കൊടുത്ത അമ്മാമിക്കും കൊടുത്ത കൊടുത്തോട്ടി. ചാറ്റാ പൊക്കോട്ടാ നിങ്ങൾ പൊക്കോ. വിചാരിച്ചാളെ കേട്ടി. ഞാൻ അമ്മാമിക്ക് പോലും കയറാണ്ടോ. എവിടെ കയറണ്ട? അപ്പുറത്ത് ഫ്രണ്ടില്. അല്ല ഞാനിവിടെ കയറാ. പോയാ അപ്പുറത്ത് ഇപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത് കയറണ. ഇത് കൂടെ കയറിക്കോന്നാ. ഞാൻ കേട്ടാ ഇത് കൂടെ കയറിക്കോ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പോന്നുട്ടാ. ഇപ്പൊ നമ്മള് വീട്ടിലെത്തി. അതന്നെ അവിടുന്ന് പോന്നു. ആ വീട്ടിൽ നിന്ന് പോന്നു. ഈ വീട്ടിലെത്തി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്നിട്ടാണ് അപ്പൊ അവിടെ വെച്ച് നമ്മള് വീഡിയോ എടുത്തിണ്ടായി അമ്മച്ചിയുടെ കൂടെ. മറ്റേ Q&A പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് അമ്മച്ചി എന്തോ അമ്മച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വന്നിട്ട്. അപ്പൊ നമ്മളോട് അത് പറഞ്ഞില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് തലകറക്കണ്ടായതുകൊണ്ട് അമ്മച്ചി അത് ആക്റ്റീവ് ആയിരുന്നില്ല. വീഡിയോ എടുത്തപ്പോഴും പിന്നെ അത് നമ്മൾ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തോ അമ്മച്ചി അത് നമുക്ക് തടസ്സം വയ്ക്കാണ്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തു തന്നെ. അപ്പൊ അതിലധികം ആക്റ്റീവ് ആയിരുന്നില്ല അമ്മച്ചി. പിന്നെ വേറെ എന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അമ്മച്ചിയുടെ തലകറക്കൊക്കെ മാറാൻ വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടാ. ഇപ്പൊ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളോട് പൊക്കോളാനാ എല്ലാവരോടും ഇപ്പൊ പൊക്കോന്ന് പറയണ. നാളെ ടുമാറോ വരാം.
വരാം 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 ഓക്കെ